അത് നിനക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന ഗിഫ്റ്റാ. നാളെ ചടങ്ങിനിടാനാണോ? അപ്പൊ നിങ്ങളും അമ്മയുടെ സൈഡ് തന്നെയാണല്ലേ? ഞങ്ങൾ മോളുടെ സൈഡ് തന്നെയാ. അതുകൊണ്ട് ഞാൻ പറയുന്ന കേക്ക്. നിനക്ക് ദേഷ്യം വന്നൊക്കെ ശരി, ഈ ചടങ്ങിലൊന്നും ഇൻട്രസ്റ്റും ഇല്ല, അതും ഓക്കെ. പക്ഷെ മോൾ ഇങ്ങനെയൊക്കെ പറയാൻ ഒരു റീസൺ ഉണ്ടായിരിക്കണ്ടേ? ഈ ചടങ്ങ് എന്താ മോക്ക് ഇഷ്ടമില്ലാത്ത? എനിക്ക് നാണക്കേടാവും ചേട്ടാ. എടി മണ്ടി, ഇതിൽ അപമാനിക്കപ്പെടാൻ എന്താ ഉള്ളത്? നിക്ക് സിദ്ധാർത്ഥ്. അഞ്ജു, മോളുടെ ഫേവറേറ്റ് ഹീറോ ആരാ? ഐ മീൻ നിന്റെ ഫേവറേറ്റ് ക്യാരക്ടർ, അല്ലെങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി? വണ്ടർ വുമൻ. ഓക്കെ, സോ വണ്ടർ വുമന്റെ സൂപ്പർ പവേഴ്സ് എന്തൊക്കെയാ? അവൾ എന്തിനേയും നേരിടും. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആരവളെ എതിർത്താലും അതിനെയെല്ലാം ശക്തമായി അവൾ നേരിടും. ശരിയല്ലേ? അതെ, ഷീ ഈസ് മോസ്റ്റ് പവർഫുൾ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, നീയും ശരിക്കും ഒരു വണ്ടർ വുമനാ. ഞാൻ വണ്ടർ വുമൺ ഒന്നും അല്ല, ചുമ്മാ ഓരോന്ന് പറയാ. ഉറപ്പായിട്ടും അല്ല, ഞാൻ ലോജിക്കലായിട്ടാ മോളെ പറഞ്ഞേ. അതെങ്ങനെ? സയൻസ് വിഷയം എടുത്ത മോക്ക് ഈ കാര്യങ്ങളൊക്കെ വേഗം മനസ്സിലാവുമെന്ന് ചേട്ടനറിയാം. നമ്മുടെ ഈ ലോകത്തെ എല്ലാ പെൺകുട്ടികളും വണ്ടർ വുമൺ തന്നെയാ. എന്തുകൊണ്ടാന്നറിയോ? ഞങ്ങൾക്കൊന്നുമില്ലാത്ത ശക്തി നിങ്ങൾക്കുണ്ട്. ഓൺലി യു ക്യാൻ ബ്രിങ് ആൻ അനദർ ഹ്യൂമൻ ബീയിങ് ഇൻ ദിസ് വേൾഡ്. മനുഷ്യരില് സൃഷ്ടിക്കാനുള്ള ശക്തിയുള്ളത് സ്ത്രീകൾക്ക് മാത്രം. ദൈവത്തെ മാറ്റി നിർത്തിയ സ്ത്രീകൾക്ക് മാത്രമേ സൃഷ്ടിക്കാനുള്ള കഴിവുള്ളൂ. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ദൈവത്തോളം ശക്തിയുണ്ടെന്നും പറയുന്നത്. ദൈവത്തിനേക്കാളും വലിയ ശക്തി വേറെ ഏതാ ഉള്ള? ദൈവം എന്തിനാ ഇത്രയും ശക്തിയൊക്കെ പെൺകുട്ടികൾക്ക് കൊടുത്തത്? 3-4 ജോലികൾ ഒരേ സമയത്തിരുന്ന് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നത് സ്ത്രീക്ക് മാത്രം. ആണുങ്ങൾക്കൊന്നും ആ കഴിവില്ല. ദൈവം പെൺകുട്ടികൾക്ക് ആ കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു അപമാനവും വേണ്ട, അഭിമാനിക്കേ വേണ്ട. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മോളൊരു സയൻസ് സ്റ്റുഡന്റാ. ബോഡിയില് വയസ്സ് കൂടുന്തോറും കുറെ മാറ്റങ്ങൾ വരുമെന്നും മോള് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതും അത്രയേ ഉള്ളൂ. ചെറിയൊരു കുട്ടിയായിരുന്നു നീ, ഇപ്പൊ ഒരു വലിയ കുട്ടിയായി. വണ്ടർ വുമൺ പോലും ഈ ഫേസ് കഴിഞ്ഞ അടുത്തേക്ക് പോയത്. സോ ഇതിൽ നാണക്കേട് വിചാരിക്കാൻ എന്താ ഉള്ളു മോളെ? നീ പറയാറില്ലേ ഞാൻ എപ്പോഴും കല്ലിനോട് സംസാരിക്കാറുണ്ടെന്ന്? പക്ഷെ നിനക്ക് സീറോയിന്ന് ഹീറോയിനെ സൃഷ്ടിക്കാൻ കഴിയും വേദാന്ത്. യു ആർ ഗ്രേറ്റ്. ഇപ്പൊ തന്നെ ആദ്യം അമ്മയായെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. വീട്ടിലുള്ള എല്ലാവരും അവളെ തലയിലെടുത്തുകൊണ്ട് നടക്കും. അങ്ങനെ ഒരു ദിവസം വരുമ്പോ നീയും അതേ സ്ഥാനത്ത് തന്നെയാവും. ഫാമിലി ആയിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു സെലിബ്രേഷൻ നടത്താനുള്ള അവകാശമില്ലേ? ഇത് സിദ്ധാർത്ഥ പറഞ്ഞ പോലെ സെലിബ്രേഷൻ അഞ്ജു, വെറും ചടങ്ങല്ല. എല്ലാരും സന്തോഷത്തിലാ. അത് മോള് കാരണോ? എന്നിട്ട് നീയും ആ സന്തോഷത്തിൽ പങ്കെടുക്കണ്ടേ? ഇനി നീ ഒന്ന് പറഞ്ഞേ, ചടങ്ങ് നടത്തുന്നത് തെറ്റാണോ? ചേട്ടൻ പറയുന്നത് കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നാട്ടുകാരൊക്കെ എന്തിനാ വിളിച്ചു കൂട്ടുന്നേ? യെസ്, ആക്സെപ്റ്റബിൾ. എന്തൊക്കെയാണെങ്കിലും ഇത് ഒരു പ്രൈവറ്റ് കാര്യമാണ്. വേറെ ആരെയും വിളിക്കണ്ട, നമ്മൾ വീട്ടിലുള്ളവർ മാത്രം മതിയെന്ന് ഞാൻ അമ്മയോട് പറയാം. അതുപോലെ ചേട്ടൻ മാത്രമേ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് ചേട്ടാ. ഇതൊന്നും മിക്കയുടെ അടുത്ത് പറയണ്ട കേട്ടോ, അവന് പിന്നെ അത് മതി. എന്താ പറഞ്ഞേട്ടാ? കേട്ടില്ല. ഒന്നുമില്ല അഞ്ജു, മോളുടെ മൂത്ത ഏട്ടൻ വന്നില്ലല്ലോ, അവനെ പറ്റി ആലോചിക്കരുത് ഞാൻ.
പതിവില്ലാതെയാണല്ലോ ഭർത്താവിന്റെ കോളൊക്കെ. എന്താ കാര്യം? എല്ലാവരും സന്തോഷായിട്ടിരിക്കുന്നോ? ആ നീ ഇപ്പൊ വിക്കിക്ക് ഫോണൊന്നും കൊടുത്തേ. ആ നിക്ക്, അവൻ റൂമിലുള്ളത്. ഇതാ പിടിക്ക്, അളിയനാ ലൈനിലുള്ളത്. ആളിയെ പറയേ, നിനക്ക് എന്തൊക്കെയാ പറ്റുന്ന വിക്കി? എന്താ കാര്യം പറയലേ? വേദാന്ത് എത്ര നേരമായിട്ട് നിന്നെ വിളിച്ചോണ്ടിരിക്കുക. സർപ്രൈസ് കൊടുക്കുന്ന കാര്യം പറയാന്ന് വിചാരിച്ചപ്പോ കോളേ എടുക്കുന്നില്ലല്ലോ നീ. സർപ്രൈസോ? എന്ത് സർപ്രൈസാ? ഞങ്ങള് രണ്ടുപേരും ഇപ്പൊ ചെറിയച്ഛന്റെ വീട്ടിലുള്ള. നീയും വാ. ആദിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവളെയും നീ കൂട്ടിക്കോ. ഇല്ലളിയാ, ചേട്ടൻ ഓഫീസ് വർക്ക് കുറെ എണ്ണം അസൈൻ ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് വരാൻ പറ്റില്ല. ഓ അതേതാ ഞാനറിയാത്ത പുതിയൊരു ഓഫീസ്. കമോൺ അളിയാ, നാളെ ഞാൻ ഹെൽപ്പ് ചെയ്തോളാം. ഇപ്പൊ നീ വന്നേ. ഇല്ലളിയാ, എല്ലാ ജോലിയും ഇന്ന് തന്നെ തീർക്കണം എന്നാ വിചാരിച്ചിരിക്കുന്നത്. ഞാനില്ലെങ്കിൽ എന്താ, അവിടെ വലിയൊരു ഗ്യാങ്ങില്ലേ, നിങ്ങൾ എൻജോയ് ചെയ്യും. ആദ്യ ഞാൻ ഒന്ന് പറയട്ടെ, ഒരു മിനിറ്റ്. അമ്മായിയപ്പന്റെ വീട്ടിൽ ഭാര്യയെ കാണാൻ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും അവൻ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ലല്ലോ. ഇവൻ എപ്പോ തൊട്ടാ ഇങ്ങനായത്? ക്ലാസ് എടുക്കണം, അപ്പ ശരിയായിക്കോളും. നീ എന്തിനാ ഇങ്ങനെ ടെൻഷനായിരിക്കുന്നേ? അവൻ ഇന്ന് വരില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. നാളെ അവൻ ഇങ്ങോട്ടല്ലേ വരുന്നേ. യു ഡോണ്ട് വറി, ഓക്കെ അല്ലേ? ചേട്ടാ, എപ്പോഴാ വന്നത്? എപ്പോഴാ വന്നതെന്ന് മനസ്സിലായില്ല. ചേട്ടാ ഒരു മിനിറ്റ്. ഞാനിവിടെ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നും സമാധാനക്കുറവാണെന്നും എനിക്കറിയാം. ഞാൻ പൊയ്ക്കോളാന്ന് പറഞ്ഞതാ. പക്ഷേ ഇവരാരും അതിനെന്നെ അനുവദിച്ചില്ല. എങ്ങനെയൊക്കെയോ ഇവരെനിക്ക് ഫാമിലിയായി മാറി. ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഇവര് നമ്മുടെ ആളുകളാണെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു ചേട്ടാ. എന്റെ വിധി അതായിരിക്കുമെന്നാ തോന്നുന്നു. ഇതിനേക്കാളും നല്ലൊരു തണൽ എനിക്ക് വേറെ എവിടെയും കിട്ടിയില്ല ചേട്ടാ. ഞാനൊന്നും വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ ഇവിടെ നിന്റെ കഥ കേൾക്കാൻ വേണ്ടി വന്നതല്ല. ഈ വീട്ടിൽ എത്തിപ്പെടാൻ പറ്റിയ നിന്റെ ഭാഗ്യം എന്ന് കരുതിക്കോ. ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല. എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഈ വീട്ടിലായതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനും പറ്റില്ല. ആ ഒരു കാരണം കൊണ്ട് മാത്രം ഞാൻ വെറുതെ വിടുന്നത്. ആ ഒരു കാരണം കൊണ്ട് മാത്രം ഞാൻ നിന്നെ സഹിക്കുന്നതും. അല്ലാതെ നിന്നോട് സിമ്പതി തോന്നിയിട്ടോ അല്ലാതെ നിന്നോടുള്ള ദേഷ്യം കുറഞ്ഞിട്ടോ ഒന്നുമല്ല. വി ആർ സ്റ്റിൽ ദ സെയിം. നിനക്കെന്റെ മുന്നിലേക്ക് വരാം, എന്റെ അടുത്തേക്കും വരാം, എന്റെ ജീവിതത്തിലേക്കല്ല. പറഞ്ഞു മനസ്സിലായല്ലോ? പക്ഷെ അതെന്താന്ന് വെച്ചാൽ നിന്റെ ഒരു പക്ഷേ എനിക്ക് കേൾക്കണ്ട. നീ ആരാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. സോ ഇനി പുതിയ കഥയുണ്ടാക്കി വരണ്ട. ശരി, പക്ഷെ ഒരു കാര്യം. ഞാൻ പ്രതീക്ഷിക്കാതെ മുന്നോട്ട് വന്നോണ്ടാ ഇത്രയും സംസാരിച്ചേ. ഇനിയും എനിക്ക് നിന്നോട് സംസാരിച്ച് നിൽക്കാൻ താല്പര്യമില്ല. എതിരെ നിൽക്കുന്നതിന് എത്ര വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും ശരി, അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കണം തന്നെയാ എന്റെ ഫിലോസഫി. പക്ഷെ നിന്നെ പോലൊരു പഠിച്ച കള്ളൻ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞുകൊണ്ട് വന്നാൽ അതെന്റെ അനിയനാണെങ്കിലും നോ ആരാണെങ്കിലും നല്ലതിനായിരിക്കില്ല. അത് മനസ്സിലാക്കിക്കോ. സോറി കണ്ണൻ ചേട്ടാ. സന്തോഷിക്കേണ്ട ഈ സമയത്ത് എന്തിനാ സോറിയൊക്കെ? അവൻ എന്നോട് ഹാർഷായിട്ട് സംസാരിച്ച പോലെ തോന്നിയോ? പക്ഷേ അതിലും അവൻ എനിക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടാ പോയത്. ഈ ചെറിയ കാര്യത്തിന് പോലും നിങ്ങൾ ഇത്രയ്ക്ക് സന്തോഷിക്കുന്നുണ്ടോ കണ്ണൻ ചേട്ടാ? ഒന്നുമില്ലാത്തവന് എന്ത് കിട്ടിയാലും വലുതല്ലേ അമൂല്യ. ചേട്ടന്റെ കാര്യത്തിൽ എനിക്കെല്ലാം അങ്ങനെ തന്നെ. പാവം ചേട്ടനെ ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു അനിയനെ എന്ത് കാരണം കൊണ്ടായിരിക്കും വീട്ടിൽ നിന്ന് പോലും പുറത്താക്കിയത്? ദൈവമേ, ഇവർക്ക് രണ്ടുപേർക്കും നല്ലത് വരുത്തണേ. എന്റെ കള്ളച്ചെറുക്കം വളരെ നല്ല ആളാ. ഞാൻ പറയാത്ത കാര്യങ്ങൾ പോലും അവന് മനസ്സിലാവും. പക്ഷെ കണ്ണൻ ചേട്ടന്റെ മനസ്സിലുള്ള ദുഃഖം മാത്രം എന്താ ഇവന് മനസ്സിലാവാത്തത്? അതിനു മാത്രം എന്തായിരിക്കും അവർക്കിടയിൽ സംഭവിച്ചത്? വിക്കി
അച്ഛനോ? ഹലോ അച്ഛാ, എന്തൊക്കെയുണ്ട് വിശേഷം? അച്ഛന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയായിരുന്നോ? അച്ഛൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നോ? ഞാനെന്ന് നിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ നടന്നല്ലോ മോളെ. നീ ഇതിൽ ഇടപെട്ടാൽ നിനക്ക് പ്രശ്നമുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇപ്പോ ആ പ്രശ്നം വേറെ ഒരു രീതിയിലായിരിക്കുക. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം മോളെ. അച്ഛൻ എന്നേക്കാളും എത്ര മൂത്തയാളാ, അങ്ങനെയൊന്നും പറയില്ല അച്ഛാ. അച്ഛന്റെ സ്ഥാനത്ത് എന്റെ സ്വന്തം അച്ഛനായിരുന്നെങ്കിലും ഞാൻ ഇതേ കാര്യം തന്നെ ചെയ്യായിരുന്നു എന്ന് ഞാൻ അച്ഛനോട് പലതവണ പറഞ്ഞിട്ടില്ലേ? അച്ഛന്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നോ? അത് ആദ്യം പറ. നടന്നു മോളെ. നീ തന്ന കാശെന്തായാലും ആപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഞാനിപ്പോ വീട്ടിലുണ്ട് മോളെ. പക്ഷേ ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഈ വീട്ടിൽ എന്തൊക്കെയാ സംഭവിച്ചത്? ഞാൻ പാപിയാണ് മോളെ. അയ്യോ, അച്ഛൻ അങ്ങനെയൊന്നും പറയല്ലേ. ഇതിനകത്ത് അച്ഛന്റെ ഒരു തെറ്റുമില്ല. ഉണ്ട് മോളെ, ഉണ്ട്. ഞാനൊരിക്കലും നിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ പാടില്ലായിരുന്നു. ആ കാശ് കാരണം നീയും വിക്കിയും തമ്മിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അച്ഛൻ മാത്രമല്ല അച്ഛാ, ആ കാശ് കാരണം എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമെന്നോ എന്റെ മേലെ വിക്കിക്ക് സംശയം വരുമെന്നോ ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. വിക്കി എന്നെ എന്തായാലും മനസ്സിലാക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അച്ഛന് കാശെടുത്ത് തന്നത്. പക്ഷെ അതൊക്കെ വിടാച്ച. നമുക്ക് വിധിച്ചതല്ലേ എപ്പോഴായാലും നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. നിന്റെ ഈ അവസ്ഥയ്ക്ക് ഞാനാ കാരണം. ഇതൊക്കെ ഞാൻ തന്നെ ശരിയായിക്കോളാം. ഓ, എല്ലാവരും ഇവിടെ ഉണ്ടല്ലേ? നന്നായി. പ്രമീരടുത്ത് ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ പോയി കിടന്ന് പറയും, വെറുതെ ഉറക്കങ്ങളെന്താ. അയ്യോ അച്ഛ, ചടങ്ങെങ്ങാനും മിസ്സായ അമ്മ പിന്നെ യക്ഷിയെക്കാളും കഷ്ടാവും. അതിനേക്കാളും നല്ലത് ഇതല്ലേ അച്ഛ? ചടങ്ങ് പ്രകാരം അഞ്ജലി ഇന്ന് രാത്രി മുഴുവൻ ഉണർന്നിരിക്കണം. പക്ഷെ അങ്ങനെ വന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറിയച്ച, ഞങ്ങൾക്കിത് പണിഷ്മെന്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. മുഴുവൻ പട്ടാളത്തിനും കൂട്ടിയിട്ടുണ്ട്. അഞ്ജുവിന് മാത്രമല്ല, ഞങ്ങളുടെ ബഹളം കേട്ടിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും തോന്നില്ല. അത് ശരിയാച്ച. ഇവിടെ ഉറങ്ങാത്ത രീതിയിൽ ഞങ്ങൾ എന്തെങ്കിലും എന്റർടൈൻ ചെയ്യാം. മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ ഒരു കാരണം വേണം, അത്രേ ഉള്ളൂ. പക്ഷെ അത് അച്ഛാ, അതും ഇല്ല ഇതും ഇല്ല. അച്ഛൻ പോയി ഡോറടച്ച് നല്ല സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങിക്കോ. ഞങ്ങൾ ഇന്ന് ഉറങ്ങുന്ന സീനേ ഇല്ല. അല്ല, ആരതിയോടെ? അവര് അഞ്ജുവിന് ലേഹ്യവും വെള്ളമുണ്ടേ ഉണ്ടാക്കിയിട്ട് വരാമെന്നാ പറഞ്ഞത്. അച്ഛനോടാണെങ്കിൽ ഞാൻ വലിയ ഡയലോഗൊക്കെ അടിച്ച് പറഞ്ഞു വിട്ടു. പക്ഷെ ഇപ്പോഴും ഉറക്കം വരുന്ന പോലെ ഉണ്ടല്ലോ. നമ്മള് രാവിലെ വരെ എങ്ങനെ ഉറങ്ങാതിരിക്കും? അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നീ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നോ? എന്താ ചെയ്തിരിക്കുന്നേ? ഞങ്ങളറിയാതെ എന്ത് പ്ലാനാ ചെയ്ത വേദാന്ത്? ഒരു 2 മിനിറ്റ്, നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും. എന്താ കാര്യം? പറയ്. സുഹാസിനോട് അടുത്ത് സംസാരിച്ച് ആ കാശ് ഞാൻ നിനക്ക് തിരിച്ചു വാങ്ങിത്തരാം. നീ അത് വിക്കിക്ക് കൊടുത്തതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വാ മോളെ. കൊടുത്തത് ഞാനാണച്ചാ. കൊടുത്തതിനെ കുറിച്ച് എനിക്ക് യാതൊരു പശ്ചാത്താപവും ഇല്ല. എന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും ഇത് തന്നെ ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് മാത്രല്ല, അങ്ങനെ തന്നെയാണ് അത് ചെയ്യേണ്ടതെന്നും എനിക്കറിയാം. അച്ഛൻ വെറുതെ ഇങ്ങനെ വിഷമിച്ച് ആരോഗ്യം കളയാതിരുന്നാൽ മാത്രം മതി. ഇല്ല മോളെ, നീ അവന് കാശ് കൊടുക്കുകയാണെങ്കിൽ എല്ലാം ശരിയാകും. അപ്പോഴേ എനിക്ക് സമാധാനാവും. പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത് ആ 30 ലക്ഷത്തിന്റെ പേരിലാണെന്ന് എനിക്കറിയാം. പക്ഷെ ആ 30 ലക്ഷം കൊണ്ട് ഒരിക്കലും ഇനി ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീരില്ല.
കാശ് മുഴുവൻ തിരിച്ചു കൊടുത്താലും എന്നോടുള്ള ചോദ്യങ്ങളും കുറയില്ല അച്ഛാ. അതുകൊണ്ട് ആ കാശ് കിട്ടുന്നത് ഒരിക്കലും ഒരു പരിഹാരമല്ല. എന്നുവെച്ചാ നിങ്ങൾ ഇങ്ങനെ അകന്നിരിക്കുമോ മോളെ?